الحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا وأشهد أن لا إله إلا الله وحده لا شريك له من اتقاه وقاه ومن توكل عليه كفاه وكفى بالله وكيلا وأشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله وصفيه وخليله خير خلق الله وأهدى العالمين سبيلا صلى الله عليه وسلم وعلى آله وصحبه الذي جاهدوا في الله حق جهاده وما بدلوا تبديلا فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما മാന്യ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്നവൻ്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദല്ലാഹ്, ഇന്ന നിഅമല്ലാഹി അലൽ ഇബാദി കസീറത്തുൻ മുതവാഫിറ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മനുഷ്യർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. നിങ്ങൾ കാണുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആകാശങ്ങളെയും ഭൂമിയെയും കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മാത്രമല്ല വഅസ്ബഗ അലൈക്കും നിഅമഹു, അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള അനുഗ്രഹങ്ങളെ അല്ലാഹു തആല നമുക്ക് ധാരാളമായി തന്നിരിക്കുന്നു. എന്നാൽ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് റമദാൻ 30 പൂർത്തീകരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആ റമദാൻ മാസത്തിൽ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയൊക്കെ ചെയ്ത് അതിനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നാം മനസ്സറിഞ്ഞ് മനസ്സിലാക്കണം. അത് നമ്മൾ അറിയണം. നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നാം നേരിട്ട് അറിയുകയും അതനുസരിച്ചുകൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്യുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിപ്പിച്ചു തന്നു. അതിന് റബ്ബിന് വേണ്ടി നമ്മൾ ധാരാളം ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. ശുക്ർ ചെയ്യുക എന്നുള്ള വെറും നാവ് കൊണ്ട് മാത്രമല്ല, അവൻ്റെ നാവ് കൊണ്ട് വേണം, അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വേണം, അതുപോലെ തന്നെ അവൻ്റെ അവയവങ്ങളെ കൊണ്ടും റബ്ബിന് ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷിക്കേണ്ട ദിവസമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ്. എന്താണ് അതിന് കാരണം? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലിസ്സായിമി ഫർഹതാനി യഫ്റഹുഹുമാ. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. അവൻ സന്തോഷിക്കുന്ന 2 സന്തോഷം നോമ്പുകാരനുണ്ട്. ഒന്ന്, ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, റമളാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് ഒന്ന്. മറ്റൊന്ന്, വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നാളെ അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത്
അവനെടുത്ത നോമ്പ് കാരണത്താൽ അവൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്, അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഞാൻ എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി നാളെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യരുടെ ഹൃദയങ്ങളിലും ഉദിച്ചിട്ടില്ലാത്ത അത്രയും പ്രതിഫലമാണ് അല്ലാഹു തആല നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈദ് എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, ആരാധനയാണ്. ആരാധന, തക്ബീർ അതിലുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യൽ അതിലുണ്ട്. അതിൽപ്പെട്ട പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് സഹോദരന്മാരെ കുടുംബ ബന്ധത്തെ തീർക്കുക എന്നുള്ളത്. മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ കുടുംബങ്ങളെ ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആരാധനയാണ്. അത് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ കുടുംബവുമായി ബന്ധപ്പെടുക എന്നുള്ള വലിയ പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറഹിമു മുഅല്ലഖതും ബിൽ അർശ്. റഹം എന്ന കുടുംബബന്ധം എന്ന് പറയുന്നത് അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ കുടുംബബന്ധം പറയും, മൻ വസലനി വസലഹുല്ല. എന്നെ ആരെങ്കിലും ചേർത്തിയാൽ അവനെ അല്ലാഹുവും ചേർത്തും. വമൻ ഖതഅനി ഖതഅഹുല്ല. എന്നെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ അവനെ അല്ലാഹുവും മുറിച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ഇണകളിൽ നമുക്ക് ശത്രുക്കളുണ്ട്, നമ്മുടെ സന്താനങ്ങളിൽ നമുക്ക് ശത്രുക്കളുണ്ട്, അവരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. എങ്ങനെയാണ് നാം അവരെ ശ്രദ്ധിക്കുക? ബി അൻ തഖൂമു ബിമാ ഔജബല്ലാഹു അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു എന്താണോ കുടുംബത്തിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് എന്താണോ നിർബന്ധമാക്കിയിട്ടുള്ളത്, ആ കടമ നിങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ നിങ്ങൾ സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ-റസൂല വതഖൂനു അമാനാതിക്കും വഅൻതും തഅലമൂൻ വഅലമു അന്നമാ അംവാലക്കും വഔലാദക്കും ഫിത്നത്തുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, അവന്റെ പ്രവാചകനെ നിങ്ങൾ വഞ്ചിക്കരുത്. അല്ലാഹു നിങ്ങളെ അമാനത്തായി ഏൽപ്പിച്ച നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങൾ അവരോടും വഞ്ചന കാണിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, പ്രവാചകനെ വഞ്ചിക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് അമാനത്തായി തന്ന നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടുള്ളതല്ല. വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പടച്ചതമ്പുരാന്റെ അരികിലുള്ള പ്രതിഫലം മാത്രമാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങളെ നാം വളർത്തേണ്ടത്? അവർക്ക് നാം ആദ്യമായി തൗഹീദിന്റെ മാധുര്യം നൽകണം, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം, അഖീദ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥിരമാക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ സന്താനങ്ങൾ നല്ല രൂപത്തിൽ വളരുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഏതൊരു കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നത് ഇസ്ലാം സ്വീകരിക്കേണ്ട രൂപത്തിലാണ്, അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന വിധത്തിലാണ്. പക്ഷേ പിന്നീട് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നതും അവനെ ക്രിസ്ത്യാനിയാക്കുന്നവനും അവനെ തീയാരാധകനാക്കുന്നവനും അവനെ മറ്റുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് തള്ളിവിടുന്നതൊക്കെ അവൻ്റെ സ്വന്തം മാതാപിതാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് വലിയ ബാധ്യത നമ്മുടെ സന്താനങ്ങൾക്ക് നേരെയുണ്ട്. അത് നമ്മൾ നിലനിർത്തണം, നമ്മളതിനെ പാലിക്കുകയും
പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അയ്യുഹൽ ആബാ ഔഫു ഹുഖൂഖകും തിജാ അഹ്ലീകും വഅഹ്സിനു മഅ സൗജാതികും വഅബ്നാഇകും. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് മാന്യമായി കുടുംബത്തോട് പെരുമാറണം. നമ്മുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കണം. നമ്മുടെ സന്താനങ്ങളോട് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അവരുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും കാര്യങ്ങൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് അവൻ്റെ കുടുംബത്തോട് ആര് നന്മ ചെയ്യുന്നുവോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. എന്നാൽ നിങ്ങളെക്കാൾ ഞാൻ ഏറ്റവും കുടുംബത്തോട് നന്മ ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൽ അവർക്ക് നിർബന്ധമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കാര്യത്തിൽ അവരുടെ ഭർത്താക്കന്മാരെയും അവരുടെ ഭർത്താക്കന്മാർക്ക് അവർ വഴിപ്പെട്ട് ജീവിക്കൽ അത് നിർബന്ധമാണ്. ആ ഭർത്താക്കന്മാരുടെ സന്താനങ്ങളെ സംരക്ഷിക്കലും അവരുടെ ബാധ്യതയാണ്. മാത്രമല്ല, വഹ്ഫദ്ന ബുയൂതഹും, അവർ അവരുടെ ഭർത്താക്കന്മാരുടെ വീടുകളെ സംരക്ഷിക്കൽ അവരുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ അള്ളാഹുവിനെ പേടിക്കലും അവരുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഹസനത് ഫർജഹ വഅതഅത് സൗജഹ ഖീല ലഹ ദുഖുലിൽ ജന്നത മിൻ അയ്യി ബാബിൽ ജന്ന. ഒരു സഹോദരി അവളുടെ 5 നേരത്തെ നമസ്കാരം നമസ്കരിച്ചു, അതുപോലെ തന്നെ റമദാൻ മാസം നോമ്പെടുത്തു, അവളുടെ ഗുഹ്യഭാഗങ്ങൾ അവർ ശ്രദ്ധിച്ചു, അവൾ അവളുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരോട് പറയപ്പെടും, സ്വർഗത്തിലെ ഏത് വാതിൽ വേണമെങ്കിൽ തെരഞ്ഞെടുത്തുകൊണ്ട് അതിലൂടെ നിനക്ക് പ്രവേശിക്കാമെന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഏറ്റവും ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കുടുംബമായി കഴിയുമ്പോൾ, നമ്മുടെ ഭാര്യമാരോടും കുട്ടികളോടും ഒന്നിച്ച് കഴിയുമ്പോൾ, നമ്മളെ നമ്മളാക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അവരോട് സ്നേഹം കാണിക്കണം, അവരോട് കരുണ കാണിക്കണം, അവരോട് ദയ കാണിക്കണം, അവരോട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. കാരണം പടച്ചവന്റെ പൊരുത്തം കിടക്കുന്നത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. പടച്ചവന്റെ ദേഷ്യം കിടക്കുന്നത്, അള്ളാഹുവിന്റെ ദേഷ്യം കിടക്കുന്നത് മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ ഒരിക്കലും ഒഴിവാക്കരുത്. അവരെ സ്നേഹിക്കണം, അവരോട് ബന്ധപ്പെടണം, അവരോട് സംസാരിക്കണം, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കണം, അവരുടെ കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ സബ്ബ വാലിദൈ, മാതാപിതാക്കളെ ചീത്ത പറയുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ റസൂലുള്ള പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവെന്ന് പറയുന്നത് സ്വർഗത്തിലെ മധ്യത്തിലുള്ള വാതിലാണ്. ഫഅദ്ഇദാലിക്കൽ ബാബ്, നിനക്ക് വേണമെങ്കിൽ ആ വാതിലിനെ നിനക്ക് തള്ളിക്കളയാം, അതല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് നിലനിർത്തുകയും ചെയ്യാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ ഉമ്മയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നൽ ജന്നത തഹത റിജ്ലിഹാ, സ്വർഗ്ഗം കിടക്കുന്നത് ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി അവരോട് സ്നേഹത്തിൽ സംസാരിച്ച് അവരുടെ പൊരുത്തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നീ തൗബ ചെയ്യുകയും അവർക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം. കാരണം അവർ രണ്ടുപേരുമാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും, അവർ രണ്ടുപേരും തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ആ അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അള്ളാഹു അവനക്ക് നിർബന്ധമാക്കിയിട്ടുള്ള വല്ല അമലുമുണ്ടെങ്കിൽ ആ അമലുകളെ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് കഴിഞ്ഞു പോയ റമദാൻ മാസത്തിലെ നോമ്പ്. വല്ലവർക്കും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളെ പെട്ടെന്ന് ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അവനക്ക് നിർബന്ധമുള്ള കാര്യമാണ്.
അതുപോലെ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്താണ് ഈ നിൽക്കുന്ന ശവ്വാൽ മാസത്തിലെ റമളാൻ കഴിഞ്ഞുള്ള 6 ദിവസങ്ങളെ തുടർത്തിക്കൊണ്ട് ശവ്വാൽ മാസത്തിൽ 6 നോമ്പെടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസാമ റമളാന, ആരെങ്കിലും റമളാനിലെ നോമ്പെടുത്തു, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, അതിനോട് ശവ്വാലിൽ തുടർത്തിയിട്ട് 6 നോമ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ കാന കസ്സിയാമിദ് ദഹ്രി, 1 മാസം 1 വർഷം നോമ്പെടുത്ത പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. اللهم إنا على ذكرك وشكرك وحسن عبادتك. اللهم كن لنا ولا تكن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا. اللهم آمنا في أوطاننا وأدم نعمة الأمن والاستقرار في بلادنا. اللهم وفق أميرنا وولي عهده لهداك، واجعل أعمالهما في رضاك، وألبسهما ثواب الصحة والعافية والإيمان، واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين، واحفظ إخوتنا المرابطين، وثبت الأرض تحت أقدامهم، وارحم شهداءنا وارحم شهداءنا وارحم شهداءنا برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.